ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. അതിനു മുമ്പ് എല്ലാവർക്കും ഹാപ്പി വാലന്റൈൻസ് ഡേ. എല്ലാവർക്കും ഒരുപാട് വാലന്റൈൻസ് ഡേ ആശംസകൾ. ഓക്കെ, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് ഈ നിമിഷം എന്താണ് ചിന്തിക്കുന്നത്? ഓക്കെ, അതായത് ഇവർക്ക് മാനസിക സന്തോഷം എപ്പോൾ വരുന്നു, ഇവർക്ക് നിങ്ങളോട് എപ്പോഴാണോ സംസാരിക്കാൻ താല്പര്യം, അല്ലെങ്കിൽ ഇവരുടെ മൂഡിനനുസരിച്ച്, ഇവരുടെ മൂഡ് സ്വിങ്സിനനുസരിച്ച് മാത്രം നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ നിങ്ങൾ എന്താ പറയാ, ഇവരെപ്പോ വിളിക്കുന്നോ അപ്പൊ വിളിക്കാൻ റെഡി ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ ഇവരെപ്പോ മെസ്സേജ് അയക്കുന്നോ അപ്പോൾ മെസ്സേജ് തിരിച്ചയക്കാൻ, റിപ്ലൈ അയക്കാൻ റെഡി ആയിട്ടിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇവരെന്ത് കമ്മ്യൂണിക്കേഷൻ ആണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ തന്നെ സ്പോട്ടിൽ അതിന് മറുപടി കൊടുക്കാനായിട്ട് നിങ്ങൾ അവിടെ തന്നെ ഒരു അറ്റൻഷൻ എന്നുള്ള രീതിയിൽ നിൽക്കണം എന്നൊക്കെയാണ് മച്ചമ്പി ഉദ്ദേശിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് ഈ വ്യക്തിയോട് മാനസികമായിട്ടുള്ള ഒരു അടുപ്പം തോന്നി അപ്പൊ തന്നെ നിങ്ങൾക്ക് സംസാരിക്കണമെന്നോ, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നി പുള്ളിനോട് സംസാരിക്കണം, അല്ലെങ്കിൽ പുള്ളിക്കാരത്തിനോട് സംസാരിക്കണം, ആ ഒരു നിങ്ങൾ ഒരുപാട് സംസാരിക്കാനായിട്ട് കൊതിച്ചിരിക്കുമ്പോഴോ, ഒരു സ്നേഹത്തിന് വേണ്ടി കൊതിച്ചിരിക്കുമ്പോഴോ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലവിന് വേണ്ടിയൊക്കെ കൊതിച്ചിരിക്കുമ്പോഴോ, ഓ എനിക്കിപ്പോ സമയമില്ല, അല്ലാന്നുണ്ടെങ്കിൽ എനിക്കിപ്പോ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്, അല്ലെങ്കിൽ ഞാനിപ്പോ തിരക്കാണ്, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ, നിങ്ങളുടെ ചില ആളുകൾ എന്താണ് അവോയ്ഡ് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ഉള്ളിൽ തന്നെ വെച്ചാൽ മതി. പച്ചക്കുറയാണെങ്കിൽ എൻ്റെ ഇഷ്ടം മാത്രമേ ഞാൻ കാണിക്കുള്ളൂ, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡാണ്. അത് എനിക്കറിയില്ല കേട്ടോ, നിങ്ങളുടെ ആളെന്താ ഇങ്ങനത്തെ സ്വഭാവം കാണിക്കുന്നതെന്ന്. അങ്ങനെയുള്ളൊരു കാര്യമുണ്ട്. അതായത് ചില സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രതീക്ഷ തരും. അപ്പൊ നിങ്ങൾ ആ പ്രതീക്ഷയിൽ ഇങ്ങനെ വിശ്വസിച്ചിരിക്കും, കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും നാള് നടന്ന കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഈ വ്യക്തിയുടെ ആ ഒരു ചെറിയൊരു വാക്കിലോ ഇത്തിരി പൊന്നേ പാലെ എന്നുള്ള വിളിയിലോ നിങ്ങളവിടെ എന്താ പറയാ, ഡയറി മിൽക്ക് പോലും ഇത്ര അലിയൂല. അതിനേക്കാളും നിങ്ങൾ കട്ടക്ക് അലിഞ്ഞു പോകും. അപ്പോൾ നിങ്ങളോട് പറയുന്ന വാക്കിലും നിങ്ങളോട് കാണിക്കുന്ന കാണിക്കുന്ന ആ ഒരു പ്രവൃത്തിയിലും നിങ്ങൾ വിശ്വസിച്ച് ഇങ്ങനെ വളരെയധികം പ്രതീക്ഷയിലിരിക്കും. പിന്നെയും പണ്ടത്തോടെ പിന്നെയും എന്തൊക്കെയാണോ കാണിച്ചത് അതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുത്തോട്ട് ഇട്ട് തരാൻ തുടങ്ങും. അങ്ങനെ വീണ്ടും നിങ്ങൾ ഓരോ എന്താ പറയാ, ഞാൻ ഇത്രയും കരുത്താർജിച്ച് ഞാൻ ഈ വ്യക്തിയുടെ സ്വഭാവമൊക്കെ മനസ്സിലാക്കി നിന്നതാണല്ലോ, ഞാൻ എങ്ങനെയൊക്കെ ചെയ്യണം, ഞാൻ എങ്ങനെയൊക്കെ നിൽക്കണമെന്ന് പ്ലാൻ ചെയ്തതാണല്ലോ, പക്ഷെ എന്നെ കൊണ്ട് അതിനൊന്നും പറ്റിയില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ആ വ്യക്തിയുടെ അടുത്തോട്ട് ആയിട്ടുണ്ടാവും. പിന്നെ ഈ വ്യക്തി യഥാർത്ഥമായിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങുമ്പോഴാണ് നിങ്ങൾ ഇത്രത്തോളം പിന്നെയും ഈ വ്യക്തിനെ സ്നേഹിച്ചല്ലോ എന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ കുറ്റം പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഷെടാ ഞാൻ ഇങ്ങനെ പോയല്ലോ, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പോയത്, എന്തുകൊണ്ടാണ് ഒരു വ്യക്തിയുടെ അടുത്ത് മാത്രം ഇത്രത്തോളം ഒരു അഡിഷൻ പോലെയൊക്കെ ഫീൽ ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ വരെ നിങ്ങളെ തന്നെ കുറ്റം പറയുന്ന രീതിയിലുള്ള പരിപാടികൾ വരും. ഇതൊക്കെയാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒന്നല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോ ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്ന
ഒരു സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ജീവിക്കാൻ പോകുന്ന ഒരു സ്ത്രീ ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്ന ഒരു പുരുഷനായിരിക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വന്തമായിട്ട് പല കാര്യങ്ങളും പല രീതിയിൽ പല വിധത്തിൽ ആരുടെയും ഒരു സഹായമില്ലാതെ നിങ്ങൾ ചെയ്യാൻ പോകുന്നു, ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ നിങ്ങളെ നോക്കിക്കാണുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള പരിപാടികൾ എവിടം വരെ ചെല്ലും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീക്ക് പോയിന്റ്സ് എന്താണ്, നിങ്ങൾ ഇമോഷണലി ബുദ്ധിമുട്ടിലായിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടിലാകും, അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും. കാരണം ഒരു സമയത്ത് നിങ്ങളുടേതായിട്ടുള്ള എല്ലാ സ്റ്റോറീസും ഇവരോടാണ് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇപ്പോ നിങ്ങൾ ഇതെല്ലാം എങ്ങനെ മാനേജ് ചെയ്യുന്നു, ആ ഒരു തോട്ട് ഇപ്പോഴും മനസ്സിലുണ്ട്. എല്ലാം എന്ത് ചെയ്യുന്നു, കാരണം പുള്ളിക്ക് അല്ലെങ്കിൽ പുള്ളിക്കാരത്തിക്ക് അറിയാം നിങ്ങൾ എല്ലാ രീതിയിലും എല്ലാ വിധത്തിലും മാനസികമായിട്ടാണെന്നുണ്ടെങ്കിലും അവരുടെ ഒരു പ്രസൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അറിയാം. പക്ഷെ ഈ നമ്മൾ എന്താ പറയാ, കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് നടിക്കുന്നതും ഭവാൻ എന്ന് പറയുന്നത് പോലെ പുള്ളിക്ക് കണ്ണു തുറന്നു നോക്കിയാലും കാണാം. നമ്മൾ ഉറങ്ങുന്നവനെ വിളിച്ച് ഉണർത്താൻ പറ്റുള്ളൂ, പക്ഷെ ഉറക്കം നടിക്കുന്ന വ്യക്തിനെ വിളിച്ചുണർത്താൻ ഇത്തിരി പാടാണ്, അയാൾ തന്നെ വിചാരിക്കണം. കാരണം നിങ്ങൾ പല രീതിയിലും പല വിധത്തിലും പല കാര്യത്തിലും കൂടി നിങ്ങൾ പഠിച്ച പണി 18 നോക്കിയിട്ടുണ്ട് ഈ ഒരു കാര്യം കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരാളുടെ ഒരു പ്രസൻസ് കിട്ടാൻ, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ സ്നേഹം അങ്ങോട്ട് കൊടുത്തോ അതേ അളവിൽ സ്നേഹം തിരിച്ചു കിട്ടാൻ. വേറെ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഈ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചാൽ മതി, കൂടെ നിന്നാൽ മതി, നിങ്ങൾ ഹാപ്പിയാണ്. പക്ഷെ നിങ്ങളുടെ മച്ചമ്പി അത് വിചാരിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ മച്ചമ്പി വിചാരിക്കുന്നത് ഇവരോട് സംസാരിക്കണം, എനിക്ക് സംസാരിക്കണം, എന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്നെ നന്നായിട്ട് സ്നേഹിച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇങ്ങനെ കാണിക്കുള്ളൂ. നിങ്ങൾ എന്താണ്, ഏതാണ്, എങ്ങനെയാണ്, എന്തെല്ലാമാണ് നിങ്ങളുടെ സ്വഭാവം, അതെല്ലാം അറിയാം. നിങ്ങൾ ഇവരെ സ്നേഹിച്ചതുപോലെ ഒരു മനുഷ്യനും സ്നേഹിക്കാൻ പോകുന്നില്ല എന്നും അറിയാം. കാര്യം അതായത് കഥയും കവിതയും എല്ലാം അറിയാം. ചുരുക്കി പറയുകയാണെങ്കിൽ രാമായണം മുഴുവൻ വായിച്ചിട്ട് രാമന്റെ ആരാണ് സീതയെന്ന് നിങ്ങളോട് ചോദിച്ച പോലത്തെ അവസ്ഥയാണ്. കാരണം കാര്യങ്ങളെല്ലാം അറിയാം, നിങ്ങളുടെ അറിയാം, അവരുടെ അറിയാം, എല്ലാം അറിയാം. പക്ഷെ നിങ്ങളോട് ഒരു ഇമോഷണൽ സെന്റിമെന്റ്സ് വരുന്ന സമയത്താണ് നിങ്ങളോട് എന്തെങ്കിലും കുണുകുണു സംസാരത്തിന് വരുന്നത്. ഏത് കുണുകുണു സംസാരത്തിന്. അല്ലാത്ത സമയത്തൊക്കെ നിങ്ങൾ അന്ന് എന്നോട് അങ്ങനെ കാണിച്ചപ്പോൾ നിങ്ങൾ അങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു. 2005 നിങ്ങൾ എന്നോട് ഇങ്ങനെ കാണിച്ചില്ലേ, 2022 8:30 നിങ്ങൾ എന്നോട് കാണിച്ചില്ല, അപ്പൊ 8:31 നിങ്ങൾ 2 വാക്ക് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ മച്ചമ്പി പറയുന്ന കഥകളും മച്ചമ്പി നിങ്ങളോട് കാണിച്ച പ്രവൃത്തികളൊന്നും ബുധാഹവ ഒന്നും ഉണ്ടാവില്ല. അവര് കാണിച്ച പോസിറ്റീവ് കാര്യങ്ങളൊക്കെ മാത്രമേ നിരത്തുള്ളൂ. നിങ്ങൾ കാണിച്ച നെഗറ്റീവ് കാര്യങ്ങളൊക്കെ 1 by 1 ആയിട്ട് അങ്ങോട്ട് നിരത്തി എക്സ്പ്ലെയിൻ ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഉറക്കത്തിന് ഒരു കുറവുണ്ടാക്കിയത്, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലൊക്കെ ഒരു അബ്നോർമൽ ആയിട്ടുള്ള അവസ്ഥകളൊക്കെ തന്നത് ഈ ആളാണെന്ന് ഈ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്കൊരു ജസ്റ്റിസ് തരണം, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണമെന്ന് ഈ വ്യക്തി നന്നായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിച്ചാൽ മാത്രം പോരല്ല. ഇപ്പൊ നമ്മള് എന്താ പറയാ, നമ്മളൊരു സ്ഥലത്ത് വേണ്ട, ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു വണ്ടിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഓടണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രം മതിയാവും. വണ്ടി ഓടണമെന്ന്, അല്ലെങ്കിൽ വണ്ടി ഓട് എന്ന് പറഞ്ഞാൽ വണ്ടി ഓടുവോ? ഇല്ല. അതിന് പറ്റുന്ന കാര്യങ്ങൾ അതിന്റെ പ്രൊസീജിയർ ചെയ്യുമ്പോഴേ വണ്ടി ഓടുകയുള്ളൂ. അല്ലാതെ വണ്ടി ഓടിക്കുമെന്ന് പറയാനായിട്ട് വണ്ടി എങ്ങനെ ഓടാനാണ്? അതുപോലെ നിങ്ങളുടെ ആളുടെ കാര്യം കൈയും കെട്ടിയിരിക്കും. എന്നിട്ട് ഞാൻ എന്താണ് ചിന്തിക്കുന്നത്, ഞാനിപ്പോ എനിക്ക് എപ്പോഴാണ് നല്ല കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ട് എനിക്ക് മറ്റുള്ളവരോട് തോന്നുന്നത്, അങ്ങനെയൊക്കെ ചിന്തിച്ച് അങ്ങനെയൊക്കെ ചില സമയത്ത് ഓവർ തിങ്ക് ചെയ്യും. ചില സമയത്ത് നിങ്ങളും ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകളാണ്, എന്നാലും നിങ്ങളുടെ വ്യക്തി ചില സമയത്ത്
ഓവർ തിങ്ക് ചെയ്തിട്ട് നല്ലത് നെഗറ്റീവ് ആക്കും. വേണ്ട, ചിന്തിച്ച് ചിന്തിച്ച് പല കാര്യങ്ങളും നിങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷൻസ് ഒക്കെ വിചാരിച്ച് അത് തല്ലുപിടുത്തത്തിലോട്ട് വരും. അതുമല്ല എന്നുണ്ടെങ്കിൽ വേണ്ട, ഇപ്പൊ വേണ്ട, നാളെ ആകാം, മറ്റന്നാൾ സംസാരിക്കാം, അല്ലെങ്കിൽ പിറ്റന്നാൾ സംസാരിക്കാം. പക്ഷെ നിങ്ങളുടെ കാര്യത്തിൽ, നിങ്ങളുടെ ഈ ബന്ധത്തിൽ ഒരു തീരുമാനം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒന്നല്ലെന്നുണ്ടെങ്കിൽ കോടതിപരമായിട്ടുള്ള ഒരു കാര്യത്തിലോട്ടൊക്കെ വന്നിട്ടുണ്ടാകാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു കൺവേഴ്സേഷൻ വരുന്നുണ്ട്. അതുമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ബന്ധത്തിൽ എന്താണ് അടുത്തത് എന്നുള്ളൊരു തീരുമാനം എടുക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ നിങ്ങളുടെ കുടുംബമോ ഈ വ്യക്തിയുടെ കുടുംബമോ ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും കഴിവുകളുള്ള ആളുകളായിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ആളുകൾ അറിയപ്പെടുന്ന ഒരു തറവാട്ടുകാരായിരിക്കാം, കുടുംബക്കാരായിരിക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ ലോങ് ഡിസ്റ്റൻസിലുള്ള ആളുകളായിരിക്കാം, കടൽ കടന്നുള്ള അല്ലെങ്കിൽ അപ്പുറത്തെ രാജ്യം, വേറെ അന്യരാജ്യങ്ങളിൽ നിൽക്കുന്ന ആളുകളായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങളായിട്ട് ബന്ധപ്പെട്ടതോ ഈ വ്യക്തിനായിട്ട് ബന്ധപ്പെട്ടതോ ആയിട്ടുള്ള ആളുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. ഓക്കെ, അതായത് നിങ്ങൾ ശുദ്ധ പാവങ്ങളാണെന്നറിയാം. നിങ്ങൾ ഈ എടുത്തുചാട്ടം അല്ലെന്നുണ്ടെങ്കിൽ ഇത്തിരി ചൂടാവല് കാര്യങ്ങളൊക്കെ ഉള്ളു. അല്ലാതെ നിങ്ങൾ വെറും പാവങ്ങളാണെന്ന് ഈ വ്യക്തിക്ക് അറിയാം. നിങ്ങളുടെ ഈ പാവത്തെ നല്ല രീതിക്ക് പുള്ളി യൂട്ടിലൈസും ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ. നിങ്ങളുടെ ഈ പാവത്തം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾ പോയ ഏതുവരെ പോവും, എന്ത് കാര്യങ്ങൾ വരെ ചെയ്യുമെന്നും എല്ലാം A to Z കാര്യങ്ങൾ അറിയാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. നിങ്ങളുടെ ജീവിതത്തിന് ഒരു ബാലൻസ് കാര്യങ്ങളൊക്കെ തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കം തരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിച്ചാൽ മാത്രം പോരാ, നമ്മൾ ആക്ഷനിലോട്ട് വരുമ്പോഴേ ഈ ആഗ്രഹ പൂർത്തീകരണം നടക്കുള്ളൂ. അല്ലാതെ വെറുതെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരല്ലോ. ആക്ഷനിലോട്ട് വരട്ടെ. ഓക്കെ, പ്രവൃത്തിയിലോട്ട് വരണം. വാക്കുകളിലല്ല, പ്രവൃത്തിയിലോട്ട് വരുമ്പോഴാണ് നമുക്കത് പൂർത്തീകരണം എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു റീയൂണിയനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നുണ്ട്. പുതിയൊരു കാര്യങ്ങളിലോട്ടൊക്കെ തുടക്കം കുറിക്കണമെന്നല്ലെന്നുണ്ടെങ്കിൽ പുതിയൊരു സംസാരം, ഒരു സംഭാഷണം, അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ചർച്ചയിലോട്ട് വരുന്നുണ്ട്. അത് അവർക്കും കൂടി അനുകൂലമാകണമെന്ന് കൂടുതൽ ചിന്തിക്കുന്നുണ്ട്. അവർക്കും കൂടി അനുകൂലമാണ്. അതിനുവേണ്ടി നിങ്ങൾ അവരുടെ എന്താ പറയാ, അവരുടെ ഒരു ഫേവറിൽ നിൽക്കുകയും ചെയ്യണം. അങ്ങനെയും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ അനുഭവിച്ച പോലെ മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചാൽ ഒരിക്കലും ഇവർ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാനോ ഏറ്റുമേടിക്കാനോ ഇവരൊരിക്കലും തയ്യാറാകൂല. ഇവർക്ക് അതൊരിക്കലും ഏറ്റെടുക്കാൻ പറ്റത്തില്ല. അവരൊട്ടും താങ്ങുകയും ഇല്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. ഓക്കെ, എന്തായാലും എല്ലാവരുടെയും കാര്യങ്ങൾ നന്നായിട്ട് നടക്കട്ടെ. ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി വാലന്റൈൻസ് ഡേ. എല്ലാവർക്കും ഡയറി മിൽക്ക് ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എനിക്കും കിട്ടിയ ഒരു ഡയറി മിൽക്ക് ആരും തന്നതല്ല, ഞാൻ തന്നെ സ്വന്തമായിട്ട് കാശ് മുടക്കി വാങ്ങിച്ചതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് ഈ റീഡിംഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് കാണുന്ന എല്ലാ ആളുകളുടെ എനർജി ഉണ്ടാവും. നിങ്ങൾക്ക് കണക്ട് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്ട് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. എല്ലാവർക്കും ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.